എറണാകുളം പെരുമ്പാവൂരിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്ക് ഓഫീസ് നഷ്ടമായി. ചെയർപേഴ്സൺ ആവാൻ യോഗ്യത കൽപ്പിച്ചിരുന്നവരിൽ ഒരാളുടേതാണ് പെരുമ്പാവൂർ നഗരസഭയുടെ 20-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ എംഎൽഎ ഓഫീസ് കെട്ടിടം. എന്നാൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ കെട്ടിട ഉടമ കൂടിയായ UDF കൌൺസിലറുടെ ഭർത്താവ് കെട്ടിടമൊഴിയാൻ എംഎൽഎയോട് ആവശ്യപ്പെടുകയായിരുന്നു. മുസിന ഉണ്ട്. മുസിന, എന്താണ് സംഭവം? വളരെ വിചിത്രമായൊരു സംഭവമാണ് എറണാകുളം പെരുമ്പാവൂർ നടന്നിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി MLA വാടക കെട്ടിടം, അത് ഏകദേശം 1 മാസം ആവുന്നതേ ഉള്ളൂ MLA ആ വാടക കെട്ടിടത്തിലേക്ക് മാറിയിട്ട്. ഈ വാടക കെട്ടിടത്തിന്റെ ഉടമയുടെ ഭാര്യ അവിടെ കൗൺസിലറാണ്, UDF കൗൺസിലറാണ്. അവർക്ക് അധ്യക്ഷ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നവരിൽ ഒരാളായിരുന്നു എജി. പേര് ജെസ്സി എജി എന്നാണ് കൗൺസിലറുടെ പേര്. എന്താണെങ്കിലും അവർക്ക് അധ്യക്ഷ സ്ഥാനം നൽകുമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും സംഗീതയാണ് അവിടെ UDF ചെയർപേഴ്സണായി അവിടെ വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തൊട്ട് പിന്നാലെ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ കെട്ടിടത്തിന്റെ വൈദ്യുതി വിച്ഛേദിക്കുകയും MLA ഓഫീസിന്റെ ബോർഡൊക്കെ ഇളക്കി മാറ്റുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിലും MLA ഓഫീസിലെ അധികൃതർ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം ഉടമ പറഞ്ഞിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞ് പോകണമെന്നുള്ള കാര്യം. ഈ അധ്യക്ഷ സ്ഥാനം സംഗീതയ്ക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഇത്തരത്തിലുള്ള നടപടിക്ക് പിന്നാലെ ഇനി മെനക്കെട്ട് വീണ്ടും അവിടുത്തെ തന്നെ ഓഫീസ് തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് MLA അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറാനാണ് തീരുമാനം. ശരി, നഗരസഭാ അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്നാണ് MLAയോട് കെട്ടിടം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്. വിശദാംശങ്ങളാണ് മുഹ്സിനാസ് നൽകിയത്. മടങ്ങിയ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.